അസ്സലാമലൈക്കും. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. നിങ്ങളോട് ആരോടും പറയാതെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഇത് ആ നാട്ടിൽ ഞാൻ ഇത് എത്തിയിട്ടുണ്ടാവും ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാ. ഇത് എന്താ പറയുക, ഒരു പേഴ്സണൽ ആവശ്യം കൂടി ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതായത് നാട്ടിൽ പോകുന്നതിൻ്റെ തലേന്നുള്ളൊരു വീഡിയോ ആണ്. ഒന്ന് എന്താ പറയുക, ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഷോപ്പിംഗ് എന്ന് പറയാനില്ല, ഒന്ന് രണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓള് പെട്ടെന്ന് വരും, 2 ദിവസം 3 ദിവസം കൊണ്ടൊരാവശ്യമെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മരുവൻ്റെ ഒരു കല്യാണം കൂടിയുണ്ട് അടുത്ത സൺഡേ ഇൻഷാ അല്ലാ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് എന്നിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഒന്ന് ഡ്രസ്സെല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതേനു. അപ്പോൾ ഇത് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാരടുത്തും ഒന്നും എനിക്ക് പറയാനും പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ച് ഭയങ്കര സർപ്രൈസായിട്ട് പോകാം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തതേനു. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മളൊന്ന് പുറത്തിറങ്ങി ഒന്ന് ഓൾക്കും എന്തെല്ലാം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷോപ്പിംഗ് എന്ന് അത് പറയാൻ എന്താ പറയുക, അങ്ങനെയും പറയാൻ പറ്റില്ല. അതിനുള്ളൊരു സമയം പോലും കിട്ടിയിട്ടില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ എന്തെല്ലോ നോക്കി എന്തെല്ലോ വാങ്ങി. പിന്നെ ഇത് ബാഗും പിന്നെ ചെരുപ്പും സൽവാറും അങ്ങനെ ഇത് കൂടുതൽ ഓൾ തന്നെ വാങ്ങിയത്. ഞാൻ എനിക്കായിട്ട് അങ്ങനെ ഷോപ്പൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം നോക്കിയപ്പോൾ അപ്പോൾ പോയ സ്ഥിതിക്ക് ഞാൻ പിന്നെ കുറച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു പോകാനുള്ളൊരു ഇത് വന്നത്. പോണോ പോണ്ടേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയേ പറ്റൂ എന്നുള്ളൊരാവശ്യം വന്നു. ഒരു തികച്ചും പേഴ്സണലായിട്ടുള്ളൊരാവശ്യമായിരുന്നു ഞങ്ങൾ. അങ്ങനെ അപ്പോൾ എന്തായാലും അതിന് പോവില്ല എന്നാൽ പിന്നെ മംഗലം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതങ്ങനെ നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടി ഡിന്നർ കഴിക്കാനിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, വീട്ടിൽ കുറേ പണിയായിരുന്നു. പിന്നെ ഹസ്സും കുട്ടികളൊന്നും വരുന്നില്ല, അതുകൊണ്ട് അതിന് ഫുഡെല്ലാം എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കി വെക്കുക. പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട്. പിന്നെ എൻ്റെ പാക്കിങ് എല്ലാം പെട്ടെന്നേനു കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യൽ, പിന്നെ 2-3 വീഡിയോ എഡിറ്റിംഗ് എല്ലാം ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ പണിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തീരെ ഉറങ്ങിയിട്ടില്ല 2 ദിവസം. ഇപ്പോൾ കല്യാണത്തിനും കൂടി പോകുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് പോയി വരുന്നതാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും ആക്സസറീസും പിന്നെ എല്ലാം എടുത്ത് വെക്കലും, പിന്നെ അതെല്ലാം ഇതൊന്ന് ഷൂട്ട് ചെയ്യണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളുമായിട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനും അപ്പോൾ ഞാനിത് എന്താ പറയുക, വീട്ടിലെത്തിയിട്ടായിരിക്കും ഇത് അപ്ലോഡ് ആക്കുന്നുണ്ട്, അതിന് വോയിസ് കൊടുക്കുന്നതല്ലോ. പിന്നെ ബാഗെല്ലാം പേഴ്സെല്ലാം മാറ്റുമ്പോൾ ഉള്ള പണി അറിയാലോ. ആ ബാഗിലുള്ളതെല്ലാം ഇപ്പുറത്തേക്ക് ഇടലും പിന്നെ അങ്ങനത്തെ കുറേ തിരക്കില്ലായിരുന്നു. പിന്നെ പാസ്പോർട്ട് ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ച് പിന്നെ എൻ്റെ കുഞ്ഞു മേക്കപ്പ് സാധനങ്ങളും അപ്പം അത്യാവശ്യം വേണ്ടതെല്ലാം ഹാൻഡ് ബാഗിലാക്കി. പിന്നെ വെയിറ്റെല്ലാം എന്തായാലും പിന്നെ അറിയാമല്ലോ, നമ്മൾ മലയാളികളെ വെയിറ്റ് കൂടുതൽ എടുക്കാണ്ട് വരില്ല. അപ്പോൾ അത് ഓൾറെഡി ഉള്ളതും പിന്നെ അനിയത്തിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിലേക്കുള്ള അപ്പോൾ അതെല്ലാം ആയിട്ട് വെയിറ്റെല്ലാം കറക്റ്റ് ചെയ്യുന്നു. പിന്നെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ച് പിന്നെ ഇടാനുള്ളതും എല്ലാം ഇപ്പം തന്നെ രാത്രി 2 മണിയെങ്ങാനും ആയി. നമ്മൾ പുലർച്ചെ ഇറങ്ങും. 8 മണിക്ക് രാവിലെ ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് കണ്ണൂരേക്ക്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാനുണ്ടാവും. അതിന് തലേന്ന് തന്നെ ഉറങ്ങാണ്ട് എല്ലാം ചെയ്ത് വെച്ച് പിന്നെ ഫുൾ ടയേർഡായപ്പം എന്താ പറയുക, താഴെ ഒരു ജ്യൂസിന് ഓർഡർ ചെയ്തു. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കരിച്ച് വന്ന് പിന്നെ സുബൈ സ്കെച്ച് ഉടനെ പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ ചായനെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ തന്നെ പുറത്തുനിന്നൊന്നും കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലേനു. അപ്പോൾ തലേന്ന് അരി റൊട്ടിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡിന്നറിന്. അപ്പോൾ അതെല്ലാം ബാക്കിയുണ്ട്. അങ്ങനെ അതെല്ലാം ചൂടാക്കി അരി റൊട്ടിയും എന്താ പറയുക, കടായി ചിക്കനെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം തിന്ന് രാവിലെ തന്നെ ഉണ്ട്. അങ്ങനെ കുറേ നമുക്ക് തിന്നാനും പറ്റില്ലല്ലോ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഹസ്സായിരുന്നു കൊണ്ടുവിട്ടത്. അങ്ങനെ നമ്മുടെ ഷാർജ എയർപോർട്ടിലെത്തി. നല്ല തിരക്കേനു അവിടെ. ഇതിപ്പോൾ രാവിലെ തന്നെ 5 മണി എങ്ങാനും ആയി. അങ്ങനെ ക്യൂവിലെല്ലാം നിന്ന് പിന്നെ വെയിറ്റെല്ലാം അൽഹംദുലില്ലാ ആദ്യമായിട്ടൊരു കറക്റ്റ് വെയിറ്റിന്, അല്ലെങ്കിൽ എപ്പം കൂടുതലായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് കറക്റ്റിന് എടുത്തിട്ടുള്ളൂ. ഞാനും ഓളും മാത്രമേ ഉള്ളൂ.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിതാ ബോർഡിംഗ് പാസ്സിലെടുത്തു. നമ്മളങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറിയിരുന്നു. ആ സമയത്ത് തന്നെ ഫ്ലൈറ്റ് പോയത് ഭാഗ്യം, എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. അങ്ങനെ നമ്മളിതാ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ പറന്നുയർന്ന് നാട്ടിലേക്ക്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക, ഭയങ്കര ത്രില്ലും സന്തോഷവും എല്ലാം ഉണ്ട്. 1 ഇയറായി നാട്ടിൽ പോയിട്ട്. പിന്നെ നാട്ടിൽ ഭയങ്കര ചൂടാന്ന് കേട്ടിട്ടും ഒരു മഴ എന്താ പറയുക കണ്ടിരുന്നെങ്കിൽ അങ്ങനെയെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ണൂർ ഇറങ്ങി, അൽഹംദുലില്ലാഹ് സേഫായിട്ടെത്തി. പിന്നെ ഇതാ ലഗേജിനൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, എല്ലാം പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിനേനു. പിന്നെ അതെല്ലാം കിട്ടി. പിന്നെ എൻ്റെ ബ്രോ നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിനു, എയർപോർട്ടിൽ വന്നതിനു നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓൻ്റെ കൂടെ നമ്മൾ വണ്ടി കയറിയിരുന്നു. അങ്ങനെ കണ്ണൂരായതുകൊണ്ടൊരു സമാധാനമുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴക്കാർ തന്നെ ഉണ്ട്. അതിലേറെ എന്താ പറയുക സന്തോഷമായിരുന്നു നല്ല മഴക്കാറെല്ലാം കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു മഴ പെയ്യട്ടെ എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആദ്യം എൻ്റെ വീട്ടിലേക്കൊന്ന് പോയി. അവിടെ എന്താ പറയുക പെട്ടിയെല്ലാം വെച്ച് ഒന്ന് ഫ്രഷായി. പിന്നെ നമ്മൾ നേരെ തലശ്ശേരി ഹസ്സിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ MVKയിൽ കയറി കണ്ണൂർ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക അവിടെ നിന്ന് തന്നെ കുറച്ച് നല്ല ഫുഡെല്ലാം കഴിക്കാം. അങ്ങനെ ഒരു 2:30-3 മണി അങ്ങനെ ആയിന്, 3:30 ആയിട്ടുണ്ടാവും, 3:30 വൈകിട്ട്. അങ്ങനെ അവിടെ എത്തി നല്ല ബിരിയാണിയും ലൈം ടീ എല്ലാം കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ എന്താ മഴ എന്നറിയോ, നല്ല മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നാട്ടിലെത്തി നമ്മൾ പിന്നെ എല്ലാം വീഡിയോ എടുത്ത് എന്താ പറയുക ഭയങ്കര രസമാണല്ലോ ഓരോന്നും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയത്. അപ്പോൾ വീടൊന്നും ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് അതെല്ലാം ഒരു ദിവസം കാണിക്കാം. ഇപ്പോൾ വീട് ഫുള്ള് കംപ്ലീറ്റ് എല്ലാം കവർ ചെയ്തെല്ലാം പാക്ക് ചെയ്തിട്ടെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ പിന്നെ വേഗം ഒന്ന് ഫ്രഷായിട്ട് ഞാൻ ഹസ്സിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഹസ്സിൻ്റെ വീട്ടിലെപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അവിടെ രാത്രിയായി. അവിടെ ഉമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, സിസ്റ്റേഴ്സെല്ലാം കല്യാണത്തിന് പോയിനു. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ ഹസ്സിൻ്റെ വീട്ടിൽ ഓളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ആടെയും കയറിയപ്പോൾ അവിടെ നിന്ന് ഇതാ ചായയും കടിയെല്ലാം കുടിച്ച്. അപ്പോൾ ഹസ്സിൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളും വ്ളോഗും എല്ലാം ഞാൻ വേറൊരു ദിവസം ഇൻഷാ അല്ലാഹ് അടിപൊളിയായിട്ട് വീഡിയോയിലെടുത്തിട്ട് വരുന്നുണ്ടാവും. അതിന് അവിടെ നല്ല കുറച്ച് വർത്താനം പറഞ്ഞിറങ്ങി. പിന്നെ നല്ല ട്രാഫിക് ഇതല്ലായിരുന്നു. പിന്നെ പുതിയ റോഡെല്ലാം വന്ന് അതിലൂടെയും എന്താ പറയുക ആദ്യത്തെ ഒരു യാത്ര നല്ല അടിപൊളി. പിന്നെ നമ്മൾ ഡിന്നറിന് ഭയങ്കര ലൈറ്റായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ് ഒരു മസാല ദോശയും നല്ല കോഫിയെല്ലാം കുടിച്ചിട്ട് എന്താ പറയുക വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, കണ്ണൂർ തന്നെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ലോണം ഒന്ന് ഉറങ്ങുക, നല്ല തലവേദനയും ഫുൾ ടയേർഡാണ്. അപ്പോൾ നാട്ടിലെ നല്ല നല്ല വിശേഷങ്ങളും എന്താ പറയുക വ്ളോഗെല്ലായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.